മുനിസിപ്പൽ വൈസ് ചെയർമാനാണ് പ്രദീപ് കുമാർ. അതെ അതെ അദ്ദേഹത്തിന് പ്രദീപ് കുമാർ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി കീഴിലുള്ള അവസ്ഥ എങ്ങനെയാണ്? തൃപ്പൂണിത്തുറ മുനിസിപ്പൽ അതിർത്തിയിലും കേരളത്തിലേതുപോലെ തന്നെ ലഹരി വ്യാപനമുണ്ട്. അത് ഈ അടുത്ത കാലത്തായി ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എക്സൈസും പോലീസും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപക രക്ഷാകർതൃ സംഘടനകളും നഗരസഭയും ഒക്കെ ചേർന്നുകൊണ്ടുള്ള വിപുലമായ ക്യാമ്പയിൻ അതിനെതിരായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തൃപ്പൂണിത്തുറ നഗരസഭ ഈ സാഹചര്യത്തിൽ ഇന്നലെ ഞങ്ങളുടെ ബഡ്ജറ്റ് പാസ്സാക്കി. അപ്പോൾ ഇന്നലെ നടന്ന ബഡ്ജറ്റിൻ്റെ ഭാഗമായി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് 49 വാർഡാണുള്ളത്. ആ 1.25 ലക്ഷത്തോളം വരുന്ന ജനസംഖ്യയുണ്ട്. ആ 49 വാർഡുകൾ ഒരു 15 ക്ലസ്റ്ററുകളായി തിരിച്ച് അവിടെയെല്ലാം പ്രതിരോധ സമിതികൾ രൂപം കൊടുക്കാനും പോലീസിനെയും എക്സൈസിനെയും വാർഡ് കൗൺസിലർമാരെയും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെയും സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പുകൾ രൂപീകരിക്കുക. ഇത് നാട്ടിലെ ജനങ്ങളെ ഇറങ്ങി കൈകാര്യം ചെയ്യാതെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. SKN പറഞ്ഞ പ്രശ്നം ഗുരുതരമായി കഴിഞ്ഞു. അതാണ് തീർച്ചയായും SKN ഇടയ്ക്ക് ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അമ്മമാർ ചൂലെടുക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ഇപ്പോൾ ദുർബലമായിരിക്കുന്നു. ഒരു കുട്ടി ക്ലാസ് കഴിഞ്ഞ് 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാൽ ബാഗ് വലിച്ചെറിഞ്ഞാൽ അവൻ പോയിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പലഹാരമല്ല നോക്കുന്നത്, മൊബൈൽ ഫോണാണ് നോക്കുന്നത്. പിന്നെ അവൻ അതിലേക്ക് പോവുകയാണ്. അമ്മയും അച്ഛനും വേറെ തിരക്കിലേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ കുടുംബ ബന്ധങ്ങൾ തന്നെ വളരെ ദുർബലമായിരിക്കുന്നു. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ മുത്തശ്ശിമാരൊന്നും വീടുകളിലില്ല. ഒറ്റപ്പെട്ട ന്യൂക്ലിയസ് കുടുംബങ്ങളാണ്. ഇതെല്ലാം നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക എന്നുള്ളതല്ല, അതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിൽ ഈ 15 ക്ലസ്റ്ററുകൾ ഞങ്ങൾ രൂപീകരിക്കുന്നത് തുടർച്ചയായി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, 10 ലക്ഷം രൂപ അതിന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്കും ചെലവുകൾക്കുമായി 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ തൊപ്പിയോടി വൈസ് ചെയർമാന്റെ തലയിലേക്ക് പല തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോഴ് ഈ ബജറ്റിൽ ബജറ്റ് അവതരണത്തിന് പണം മാറ്റി വെക്കുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ നമ്മളുടെ യാത്രയുടെ ഒരു ഇമ്പാക്ട് ആയി വേണം. അങ്ങയുടെ പേര് പറഞ്ഞില്ല. യുവരാജേന്ദ്രൻ, കഥകളി ആട്ട്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പൊ അങ്ങ് എനിക്കൊന്ന് ഈ ആർട്ടിസ്റ്റുകൾ ഇതിൽ താല്പര്യം കാണിക്കുന്ന ഒരു പരാതി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, നിങ്ങളുടെ കാര്യമല്ല. അല്ല, എന്റെ എന്നല്ല, നമ്മുടെ കഥകളി ആർട്ടിസ്റ്റുകളൊന്നും തന്നെ ഇങ്ങനെയുള്ള ലഹരികളൊന്നും ഉപയോഗിച്ചൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാതെ ഇരിക്കട്ടെ. അങ്ങോട്ട് താമസിക്കുന്നു? ഇവിടെ തൃപ്പൂണിത്തുറ തെക്കേക്കോട്ടയിലെ താമസിക്കുന്നത്. ഞാൻ കഥകളി ലോകത്ത് കുറെ വർഷമായി, 56 വർഷത്തോളമായി. ഞാൻ ഡൽഹിയിലായിരുന്നു ആദ്യം. ഡൽഹി ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയിൽ അധ്യാപകനായിരുന്നു. പിന്നെ 2017 അവിടുത്തെ പ്രിൻസിപ്പളായിട്ട് റിട്ടയർഡ് ചെയ്തു. അതിനുശേഷം അവിടെ തന്നെ ഒരു നാഷണൽ അക്കാദമി. കഥകളിയുടെ മാർക്കറ്റ് എങ്ങനെയാണ്? നല്ല മാർക്കറ്റായിരുന്നു, നല്ല മാർക്കറ്റാണ് ഇപ്പോഴും. അതെ. അപ്പോൾ അവിടെ ഒരു നാഷണൽ അക്കാദമി ഫോർ ടെമ്പിൾ ആർട്സ് എന്നും പറഞ്ഞ് ഡൽഹിയിലെ രോഹിണി അയ്യപ്പ ക്ഷേത്രത്തിൽ ആസ്ഥാനമാക്കി ഒരു സ്ഥാപനം തുടങ്ങി. അത് 2 വർഷം നടന്നു പോയപ്പോഴാണ് ഈ മഹാമാരി കൊറോണ വന്നത്. അത് പിന്നീട് തൃപ്പൂണിത്തുറയ്ക്ക് ഞാൻ അത് ആക്കി തീർത്തു. പക്ഷേ ഇന്ന് നിലനിന്ന് പോകുന്നുണ്ട്. ഡൽഹി ഗവൺമെന്റിന്റെ രജിസ്റ്റേർഡ് സ്ഥാപനമാണ്. ഇന്ന് 10-26 കുട്ടികൾ 6 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പഠിക്കുന്ന ഇത് ഈ കുട്ടിയും അതിന്റെ സ്റ്റുഡന്റാണ്. മോന്റെ പേരെന്താ? ശ്രീനികേത്. മിടുക്കൻ കുട്ടി. എത്ര കാലമായിട്ട് പഠിക്കുന്നു ശ്രീനിജൻ? 1 കുറച്ചു കാലമായോ പഠിക്കുന്നത്? ഗംഭീരായി. എന്റെ തലമുട്ടിയല്ലോ. കുഞ്ഞു മിടുക്കനെന്താ? അപ്പോൾ ഈ ലഹരി വിരുദ്ധത്തിനെതിരെ ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും ഇതിനെ ഒന്നിച്ച് അപ്പൊ താങ്ക് യു. എന്തായാലും അങ്ങനെ കാണാൻ പറ്റിയതിലും തീർച്ചയായിട്ടും സന്തോഷം.